ഹലോ ഗൈസ്, വെൽക്കം ടു പീഡിയ. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഐ ഹോപ്പ് എവരിബഡി ഈസ് ഗുഡ്, ഹാപ്പി ആൻഡ് ഹെൽത്തി. അപ്പോൾ ഇന്ന് ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മേജർ ഹീറ്റ് കറൻ്റ്ലി ഗോയിങ് ഓൺ സോഷ്യൽ മീഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL ആണ്. ഓഫ് കോഴ്സ്. പക്ഷേ IPL ഈസ് നോട്ട് സെറ്റ് ടു ബി എന്താണ് മാർച്ചിലാണ് തുടങ്ങണേ. പക്ഷെ ഇപ്പൊ തന്നെ അതിന്റെ സംസാരങ്ങൾ ആൻഡ് മേജർ ഓപ്ഷൻ വരാൻ പോകുന്നത് ഇഫ് ഐ എം നോട്ട് റോങ് ഡിസംബറിലാണ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ തന്നെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ആൻഡ് ഐ കുഡ് സീ ലോട്ട് ഓഫ് പീപ്പിൾ കോമെന്റിങ് ഓൺ കുറെ കാര്യത്തിനെ പറ്റിയിട്ട്. മേജറായിട്ട് ഹൗ ടു സ്റ്റാർട്ട് ദിസ് എന്ന് പറയുന്നത്, ഇതൊക്കെ തുടങ്ങാൻ കാരണം ഈസ് സർ ജഡേജ is going back to Rajasthan Royals, and Sanju Samson is going to Chennai Super Kings along with Sam Curran on Rajasthan Royals as well. Sam Curranum Jadeja is going to Rajasthan and they are taking Sanju Samson. Okay. appo idana idu bhayangara heated aayittu CSK fans are not at all happy. First thing, I don't know why losing Jaddu. പക്ഷെ എനിക്കിതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കത് പറയാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഇതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ആസ് ഐ സെഡ്, CSK പീപ്പിൾ ആർ നോട്ട് ഹാപ്പി ദാറ്റ് ജഡേജ പോകുന്നുണ്ട്, വിച്ച് ആക്ച്വലി മേക്ക് ലോട്ട് ഓഫ് സെൻസ്. കാരണം ജഡേജ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ സീസണിലാണെങ്കിലും കളിച്ചതും, പിന്നെ ഗുജറാത്തിനായിട്ടുള്ള ഫൈനലിലും പുള്ളിക്കാരനാണ് ജയിപ്പിച്ചത്. അതെ, കുറെ കാര്യത്തിലും ജഡേജ ഒരു നല്ലൊരു കൺസിസ്റ്റന്റ് പ്ലെയർ ആണ്, ഒരു ഓൾറൗണ്ടർ ആണ്. പിന്നെ ചിന്നത്തലെന്നോ തലേവാന്നൊക്കെ പറയുന്നൊരു പുള്ളി സത്യം പറഞ്ഞ ചെന്നൈയുടെ ഒരു വലിയൊരു ഭാഗമാണ്. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു നടക്കണതും കൊണ്ട് നടക്കണതും. എനിക്കത്ര, ഞാനൊരു CSK ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടൊരു ഫാനല്ല. സോ എനിക്കിതിനെ പറ്റിയിട്ട് അത്ര ജഡേജ പോയത് കൊണ്ട് എനിക്കത് ഇമ്പാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. ഞാൻ ഒരു മുംബൈ ഇന്ത്യൻസ് ഫാനാണ്, പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ഐ ഹേറ്റ് CSK. നമ്മള് ചിരവേരികളാണല്ലോ, റൈവൽസ് ആണല്ലോ, നമ്മള് അവർക്കുള്ള റെസ്പെക്ട് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. പക്ഷേ ഐ ആം വെരി ഹാപ്പി ദാറ്റ് സഞ്ജു ഈസ് ഗോയിങ് ടു CSK. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ഇയർ സഞ്ജു വിത്ത് രാജസ്ഥാൻ റോയൽസ് ഐ വാസൻ ഹാപ്പി അബൌട്ട് ഇറ്റ്. കുറെ ഡ്രാമ നടക്കുന്നതായിട്ട് ഇതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഐ ഗോ ടു അണ്ടർസ്റ്റാൻഡ്. ദ്രാവിഡായിട്ടോ ആരായിട്ടല്ല, ഇറ്റ്സ് വിത്ത് മാനേജ്മെന്റ് കുറച്ച് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ബാക്കിൽ കൂടെ. ആൻഡ് രാജസ്ഥാന്റെ മെയിൻ ഓണർ ഈസ് ഫ്രം ആസാം. So one of the owner ആണ്. അപ്പോ as you know, റിയാൻ പരാഗ് ആസാമിന്റെ പ്രോഡിജി ആണ്. അതായത് ആസാം ക്രിക്കറ്റ് ബോർഡിനെ വിശേഷിപ്പിക്കുന്ന ഒരു ഘടകം ആയതുകൊണ്ടാണ് റിയാൻ പരാഗ് വാസ് ഗിവൺ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ രാജസ്ഥാൻ റോയൽസ് ലാസ്റ്റ് സീസൺ. അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഡ്രാമകൾ നടക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ദാറ്റ് സഞ്ജു ഈസ് ഗോയിങ് ടു CSK ഇൻ മൈ ഒപ്പീനിയൻ. ഞാൻ ഇതിന്റെ റീസൺസ് പറഞ്ഞുതരാം. First thing being, I don't know, like, to be honest, to start with, I don't know why people are really worried about Jadeja going to Rajasthan Royals. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ പറ്റിയിട്ട് ഈ ഇടയായിട്ട് രാജസ്ഥാന്റെ ഓണറിന്റെ ചെറിയൊരു ഇന്റർവ്യൂ പുറത്തിറങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു, അയ്യോ ലോയൽ ആയിട്ടുള്ള ജഡ്ഡുവിനെ കളഞ്ഞു പോകുന്നു. അപ്പൊ എല്ലാവരും ഈ CSK ഫാൻസ് ഒക്കെ കരഞ്ഞു മെഴുകുകയാണ്, അയ്യോ ഞങ്ങളുടെ ജഡേജ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഈ ജഡേജ ഈ രാജസ്ഥാൻ റോയൽസിന്റെ ഓണറിനെ വിളിച്ചിട്ട് 4 ആഴ്ച, അത് ഒക്ടോബറിൽ തന്നെ വിളിച്ചിട്ട് ഐ ആം വെരി ഹാപ്പി ടു ബി ബാക്ക് ടു രാജസ്ഥാൻ റോയൽസ് വെർ ഐ സ്റ്റാർട്ടഡ് മൈ IPL ജേർണി ഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോബഡി നോസ് ദിസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസണിനകത്ത് ജഡേജ കപ്പ് കൊടുത്തതല്ലേ. അപ്പോ ഈ സംഭവം ബാക്കി നടന്നിട്ടുണ്ട്. ഇവര് വിചാരിച്ചു ജഡേജനെ കളയണം, ജഡേജയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഗൈസ് ടു രാജസ്ഥാൻ റോയൽസ് ഫസ്റ്റ്. അപ്പോ and I think if I'm not wrong, ചിലപ്പോൾ ജഡേജ is asking for captaincy എന്ന് ഞാൻ കേട്ടു, which I'm not sure. Which is actually fine. He is a very experienced player. Experienced player ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കറന്റ് രാജസ്ഥാൻ റോയൽസിന്റെ ലൈനപ്പ് നോക്കി കഴിയുമ്പോൾ there's no സഞ്ജു ആൻഡ് ജഡേജ വരുന്നു, സാം കരൻ വരുന്നു, ആൻഡ് റിയാൻ ഇപ്പൊ കറന്റ്ലി അവിടെ വർക്ക് നിൽക്കുന്ന എസ്റ്റാബ്ലിഷ്ഡ് പ്ലേയേഴ്സ് ആയ ജയ്സ്വാൾ, റിയാൻ പരാഗ്, ജുറേല്, ഈ 3 പേർക്കാണ് ക്യാപ്റ്റൻസിക്ക് ചാൻസ്. ഇവര് 3 പേരും ഐ എം നോട്ട് സെയിങ് ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് എ ക്യാപ്റ്റൻ, പക്ഷെ ദേ ആർ നോട്ട് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു ജഡേജയെ പോലുള്ളൊരു അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് 3 ഫോർമാറ്റിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കളിക്കാരൻ വന്നു കഴിയുമ്പോൾ ദേ ഹാവ് എന്താ പറയുക, അവർക്ക് കുറച്ചുകൂടെ ജഡേജയ്ക്ക് ഓപ്ഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ഓൾ അപ് ടു രാജസ്ഥാൻ എന്താണ് അവരുടെ. പക്ഷേ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ.
പക്ഷെ ഐ ഡോണ്ട് നോ ഇത് ചിലപ്പോൾ പരാഗൻ ചിലപ്പോൾ ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകാം. ആസ് ഐ സെഡ് ആസാം ആൻഡ് ഓൾ ദീസ് I heard it might be Jaiswal or Jurel. Like I don't know. ജയ്സ്വാൾ ഐ ലവ് ജയ്സ്വാൾ. Me too. Like, ജയ്സ്വാൾ even Jurel too. Jurel നല്ലൊരു പ്ലെയറാ. പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടില് ജയ്സ്വാളിനെ പോലെ ഒരു 3 ഫോർമാറ്റിലും ഇത്ര ബാങ് ഓൺ ആയിട്ട് ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ഇല്ല. ഈവൻ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ജയ്സ്വാളിനായിരിക്കും. ജയ്സ്വാള് 3 ഫോർമാറ്റിലും ശുഭ്മാൻ ഗിൽ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഗൈസ്. പക്ഷെ ശുഭ്മാൻ ഗിൽ 3 ഫോർമാറ്റിലുള്ള എനിക്കറിയാം തോന്നി. ടെസ്റ്റും വൺ ഡേയും ഓക്കെയാണ്. T20 എനിക്ക് അത്രയും തോന്നിയിട്ടില്ല ഗൈസ്. പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോ അത് ചോദിച്ചാണ്. അപ്പൊ ഹൂ ഈസ് ഗെറ്റിംഗ് ക്യാപ്റ്റൻസി ഇൻ രാജസ്ഥാൻ റോയൽസ് ഈസ് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷേ Jadeja was actually, guys, come on. Jadeja is actually happy to be back in Rajasthan. And I think squad depth ഇപ്പോ രാജസ്ഥാൻ ഒരു ഇച്ചിരി കൂടെ കൂടിയുണ്ടാവും. സാം കറൻ ആൻഡ് ജഡേജ കാര്യം നിതീഷ് റാണ പോയിട്ടുണ്ട്. നിതീഷ് റാണ പോയി. നിതീഷ് റാണ റിട്ടൈൻ ചെയ്തിട്ടില്ല. നിതീഷ് റാണ ഇഫ് ഐ നോട്ട് റോങ് ഡൽഹി ക്യാപിറ്റൽസിലോട്ട് കയറി. So നിതീഷ് റാണ ഫ്രം KKR. നിതീഷ് റാണ ഈസ് ഗോയിങ് ടു Delhi Capitals. Wow, that's also a big transfer. കൊൽക്കത്തയുടെ ഒരു പ്രൊഡിജി പ്ലെയർ ആയിരുന്നു. അതെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഈ ഒരു IPL 2026 പ്രീ ഓപ്ഷനില് റിട്ടൻഷൻ ലിസ്റ്റില് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയാ അതിനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ബെനിഫിറ്റഡ് ആയിരിക്കുന്നത് CSK തന്നെയാണ്. കാരണം സഞ്ജുവിന്റെ ഡീൽ ഈസ് സോറി അതിനെ വേണ്ടി സംസാരിച്ചില്ല. സഞ്ജു ഗോയിങ് ബാക്ക് ടു CSK ഐ ലവ് ഇറ്റ്. കാരണം ഐ ഓൾവേസ് നോ ഈ മുംബൈന്റെ ഒപ്പം തന്നെ ചെന്നൈയുടെ ഫാൻസ് ആർ വെരി വെരി ഇൻഡെപ്ത് ഫാൻസ് ആണ് ചെന്നൈ ടീം. അപ്പോൾ ഈ ചെന്നൈ ടീമിന്റെ ഓരോ കളിക്കാർക്കും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിന് ഇപ്പോൾ ഹീസ് ഫ്രം കേരള മല്ലു ആയതുകൊണ്ട് മാത്രം മലയാളി കേരള ഫാൻസ് മാത്രമല്ല സഞ്ജുവിനുള്ളത്. സഞ്ജു ഹാവ് ഫാൻസ് ഓൾ ഓവർ ഇന്ത്യ. എല്ലാവർക്കും സഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സഞ്ജു രാജസ്ഥാനിൽ ഇപ്പം കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു ഇത് കാരണം അതിനുശേഷം ഇപ്പോൾ എന്താണ് ചെന്നൈയിൽ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഹിൽ ബി ഗിവൺ ക്യാപ്റ്റൻസി റൈറ്റ് അറ്റ് അങ്ങനെ തന്നെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെന്നൈ നോക്കുമ്പോൾ അവർക്കൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഹു ക്യാൻ റീപ്ലേസ് ധോണി അത് കാരണം കൈൻഡ് ഓഫ് ലൈക്ക് എ സെയിം ക്യാരക്ടർ. അതെ കമ്പോസ്ഡ് ആണ്. ശരിയാണ്. പക്ഷെ അതല്ല ജോസേട്ടാ, ഋതുരാജ് ഗെയ്ക്വാഡ് ഓൾറെഡി ഒരു ക്യാപ്റ്റനായിട്ട് കഴിഞ്ഞ സീസൺ കളിച്ചുകൊണ്ട് പെട്ടെന്ന് ഗെയ്ക്വാഡിന്റെ ക്യാപ്റ്റൻസി മാറ്റം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം ഋതുരാജ് ഗെയ്ക്വാഡ് ക്യാപ്റ്റനായിട്ട് കളിച്ചെങ്കിലും കഴിഞ്ഞ സീസണിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 4 കളി അതുകൊണ്ടാണല്ലോ ചെന്നൈ ഏറ്റവും ടേബിളില്. മേ ബി എനിക്കൊരു ഇൻഡ്യൂഷൻ ആണ്, പറയാൻ പറ്റില്ല. സഞ്ജു ക്യാൻ ആക്ച്വലി ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇത് തന്നെ ആയിരിക്കില്ല, സ്ട്രേറ്റ് അപ്പ് ആയിരിക്കില്ല, പക്ഷെ ഒരു ട്രാൻസിഷൻ പോലെ ഇവൻച്വലി ഇത്. പിന്നെ ഓൾസോ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ സീസണോടെ ധോണി ഷുഡ് ഗോ ഔട്ട്. ധോണി ഉറപ്പായിട്ടും എന്തായാലും റിട്ടയർ ആവും. ഗോ ഔട്ട് എന്നല്ല, റിട്ടയർ ആവാൻ പുള്ളിക്കാരനെ തോന്നിയിട്ട് പുള്ളിക്കാരന്റെ ഫൂട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചൊക്കെ ആയിട്ടാണ് അശ്വിൻ പറയുന്ന പോലെയൊക്കെ. അപ്പോൾ ധോണി എന്തായാലും പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ധോണിയെ റീപ്ലേസ് ചെയ്യുന്ന അത്രയും ഫാനും അത്രയും ഫാൻഡം ഉള്ള ഒരു കളിക്കാരനും അത്രയും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ കളിക്കാരനില്ല. ഓപ്പണിംഗിൽ ഇത്രയും നല്ലൊരു പ്ലെയറും അല്ലെങ്കിൽ വൺ ഡൗണിൽ ഇറങ്ങാൻ പറ്റുന്ന സഞ്ജുവിനെ പോലത്തെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ബ്രാൻഡിങ് ആണല്ലോ, വലിയൊരു എനിക്ക് തോന്നുന്നത് ചെന്നൈ നോക്കിയത് അതാണ്. ചെന്നൈ ധോണിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാള് നിത്യന്റെയും മെയിൻ കാര്യം ധോണി കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടല്ല. ചെന്നൈയുടെ ബ്രാൻഡ് വാല്യൂ ഭയങ്കര വേറെ പ്ലേയേഴ്സ് ഇല്ല. ഇത് ഞാൻ വിജയ് മല്യയുടെ ഇന്റർവ്യൂ ആയിട്ട സമയത്ത് RCBനെ പറ്റി ഞാൻ കേട്ടായിരുന്നു. അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു പേര് അവർക്കിനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. കാര്യം അതൊരു ലെഗസി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ബ്രാൻഡിങ്ങിന് ഇനിയിപ്പോ അവർ റോയൽ ചലഞ്ചേഴ്സ് എന്നുള്ള സാധനം അവർ ചെയ്യുമ്പോൾ അവർ റോയൽ ചലഞ്ചേഴ്സ് വിസ്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പേര് മാറ്റി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ബ്രാൻഡ് വാല്യൂ. സോ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ധോണി പുറത്ത് പോകുമ്പോൾ തന്നെ ധോണിയെ റീപ്ലേസ് ചെയ്യുന്നതും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ട് ക്യാപ്റ്റൻസി തന്നെ ഇത്രയും കാലത്ത് നിന്ന ഒരു പ്ലെയറാണ് സഞ്ജു. പിന്നെ ആസ് എ സെഡ് സഞ്ജുവിന്റെ ഫാൻ പവർ ഈസ് അനദർ ലെവൽ. അപ്പോൾ സഞ്ജുയുടെ പ്ലെയർ ആസ് എ പ്ലെയറും സ്റ്റാറ്റ്സ് ഒക്കെ അടിപൊളി ആയതുകൊണ്ടും സഞ്ജു ഈസ് വെരി ഗുഡ് ടു ഗോ ഇൻ CSK ഇൻ മൈ ഒപ്പീനിയൻ. അതല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം. ഈവൻ അവർക്കൊരു 5 പ്ലേയേഴ്സ് ഇപ്പോൾ 16 റിട്ടേൺ ചെയ്തു, 25 പേരാണ് ആവശ്യം ഒരു. അപ്പോൾ 16, 5, 6, 9 പ്ലേയേഴ്സ് മോർ വേണം. ആൻഡ് ദേ സ്റ്റിൽ ഹാവ് 43 കോടി രൂപ പ്രീ ഓപ്ഷൻ.
യെസ്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ് ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബിഗ് പ്ലേയേഴ്സിനെ ഈ പ്രാവശ്യം ടീമിൽ റിലീസ് ചെയ്യുന്ന ടീം ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ CSK മാനേജ്മെന്റ് ടു ബ്രിങ് ഇൻ ലോട്ട് ഓഫ് അടിപൊളി പ്ലേയേഴ്സ് ടു ടീം. അതോടെ ചെന്നൈ ഈ സീസണിൽ വലിയൊരു ഹൈ ചാൻസ് ടു പ്ലേ ഓഫ് ഉറപ്പാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള വലിയ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇതേ സമയം നമ്മൾ മുംബൈ ഇന്ത്യൻസ് നോക്കുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസ് റിട്ടേൺ ചെയ്ത 4 പ്ലേയേഴ്സ്, 4 കുറച്ചും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 5 പേര് എനിക്കിനി വേണം, ബാക്കിയെല്ലാം റിട്ടേൺ ചെയ്തു. പക്ഷേ ഇതിലെ നമ്മൾ നോക്കുന്ന 4 പ്ലേയേഴ്സ് അതൊക്കെയാണ്: ജസ്പ്രീത് ബുംറ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് ആൻഡ് ഹാർദിക് പാണ്ഡ്യ. തിലക് വർമ്മ. ഈ 5 പേർക്കും പ്ലസ് കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട്, കുറേ പേരിനെ ഇറക്കി വിട്ടിട്ടൊക്കെ ഉണ്ട്. അതേപോലെ ഷാർദുൽ താക്കൂർ മുംബൈ താക്കൂർ വന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ് അർജുൻ ടെണ്ടുൽക്കർ ഹാസ് ഗോൺ ടു LSG. ആൻഡ് പിന്നെ നമ്മുടെ റൊമേറോ ഷെപ്പേർഡാണോ അതോ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആയിരുന്നു. അല്ല, റൊമേറോ ഷെപ്പേർഡ് ഈസ് ഫ്രം RCB. റൊമേറോ ഷെപ്പേർഡ് അല്ല, റൂദർഫോർഡ് മുംബൈയിലോട്ട് വന്നിട്ടുണ്ട്. ഗുജറാത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന റൂദർഫോർഡ് ഇപ്പോ അത് നല്ലൊരു അഡീഷൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും എപ്പോഴും മുംബൈ കപ്പെടുത്ത എല്ലാ പ്രാവശ്യം ഒരു വെസ്റ്റ് ഇൻഡീസ് ഒരു പവർ ഹൗസ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഈ മുംബൈയുടെ ടീം ഇപ്പൊ തന്നെ ഈവൻ ഈ ഒരു റിട്ടൻഷൻ ഇല്ലാണ്ട് മുംബൈക്ക് പ്ലേയിങ് 11 ഇറക്കാം, വിത്ത് സബ് ഇറക്കാം. പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവര് ഓപ്ഷനിൽ പോകുമ്പോൾ ദേ ഓൺലി ഹാവ് 2 കോടി രൂപ കയ്യില്. അതാണ് അതിന്റെ വേറൊരു ട്വിസ്റ്റ്. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേറെ പൈസ ഇല്ല. 2.75 crores ആണ് അവന്റെ ആകെ ഉള്ളൂ. And they still need 5 more players. 20 players. മുംബൈയുടെ സാധാരണ ഒരു ലെഗസി 2 കോടി കൊണ്ട് ഒരു 5 കുഞ്ഞു പ്ലേയേഴ്സിനെ മേടിക്കും, 5 പ്ലേയേഴ്സ് വലുതാവും, ഭാവിയിൽ ഒരു 18 കോടി. മലയാളത്തിന്റെ അഭിമാനമായി കഴിഞ്ഞതിൽ കുറെ കളിച്ച വിഘ്നേഷ് പുത്തൂറിനെ റീറ്റെയിൻ ചെയ്തിട്ടില്ല, റിലീസ് ചെയ്തു. മേ ബി കാരണം ഇതിൽ വേറൊരു ഒപ്പീനിയൻ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഹീ സ്റ്റിൽ ഇൻജേർഡ്, കളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് റീറ്റെയിൻ ചെയ്യാത്ത എന്ന് ചില വാക്കുകൾ ഞാൻ കേട്ടായിരുന്നു. ചിലപ്പോൾ ഓപ്ഷനിൽ വരികയാണെങ്കിൽ ഹിൽ ബി. അതുപോലെ പിന്നെ തിരിച്ചെടുക്കുകയായിരിക്കും. മായങ്ക് മാർക്കാണ്ഡെ എന്ന് പറഞ്ഞ് KKR ഒരു സ്പിന്നറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നല്ല പ്ലെയർ ആണ്, വെരി ഗുഡ് പ്ലെയർ ആണ്. ചിലപ്പോ പുത്തൂറിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് ഇൻ ഗുഡ് ഹാൻഡ്സ്. പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് അർജുൻ ടെണ്ടുൽക്കറിനും ടീമിലൊന്ന് പ്ലേയിങ് ലെവലിലൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒതുങ്ങി. കാരണം മുംബൈയിൽ ഇത്രയും പ്ലേയേഴ്സ് ഉള്ളപ്പോ ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ബി ഗിവൻ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോ കാര്യം മുംബൈ ഇസ് എ ബ്രാൻഡ്, റൈറ്റ്? അവർക്ക് എന്തായാലും അവര് അർജുനങ്ങൾക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഒരു കണ്ടിന്യൂസ് കുറച്ചധികം കളികൾ കൊടുക്കാണ്ട് നമ്മുടെ സഞ്ജുയുടെ കേസ് പറഞ്ഞു എങ്ങനെ ഒരു പ്ലെയർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ പിന്നെ അത് വേറൊരു ട്വിസ്റ്റഡ് കാര്യമാണ്. അതിപ്പോ ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ദീസ് ടൈംസ്. പിന്നെ നമ്മുടെ ഏറ്റവും അടിപൊളി ടീമായ SRH ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരുപാട് റിലീസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഹെഡ് അഭിഷേക് ശർമ്മ ക്ലാസിനെ റിട്ടേൺ ചെയ്തു. ക്ലാസിനെ റിലീസ് ചെയ്യുന്നുള്ളത് വലിയൊരു ന്യൂസ് ആയിരുന്നു. ക്ലാസിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു വിനോദ് എന്ന് പറഞ്ഞൊരു കളിക്കാരൻ മലയാളി പഞ്ചാബില് 1 കോടി രൂപയുടെ അടുത്തായിട്ട് 95 ലക്ഷം രൂപയ്ക്ക് പഞ്ചാബിലും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോ മെയിൻ ആയിട്ട് ഇത് നോക്കാം. അതായത് മിനി ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പൊ തന്നെ. അത് വരുന്നുണ്ട്. അപ്പൊ പ്രീ ഓപ്ഷൻ മിനി ഓപ്ഷൻ. അപ്പോ അതിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ എപ്പിസോഡ് നിർത്തുകയാണ് ഗൈസ്. അങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, പീസ്. സീ യു വിത്ത് അനദർ വീഡിയോ.